ഇന്ന് വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിൽ ആയില്യം നാഗരാജാവിന്റെ എഴുന്നള്ളത്ത് ആരംഭിച്ചു. ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും നാഗയക്ഷി സമേതനായ നാഗരാജസ്വാമികളുടെ തിടമ്പ് ജീവതയിൽ മേപ്പള്ളി ഇല്ലത്തേക്കും തിരികെ ശ്രീകോവിലേക്കുമാണ് എഴുന്നള്ളിക്കുന്നത്. എം മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പാണ്. നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ വാദ്യമേള ഘോഷങ്ങളുടെ അകമ്പടിയോടെ നാഗരാജസ്വാമികളുടെ തിടമ്പ് ജീവതയിൽ മേപ്പള്ളി ഇല്ലത്തേക്ക് എഴുന്നള്ളിക്കുകയാണ്. ആ പ്രത്യേക പൂജകൾക്ക് ശേഷം തിരികെ ക്ഷേത്രത്തിലേക്ക്, ആ ശ്രീകോവിലേക്ക് എഴുന്നള്ളിക്കും. എന്തായാലും ആയിരക്കണക്കിന് ഭക്തർ അങ്ങനെ നാഗരാജ സ്തുതികളോടുകൂടി കാത്തു നിൽക്കുകയാണ് ഈ എഴുന്നള്ളത്ത് കാണുവാൻ വേണ്ടി. രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക്, അതായത് പുലർച്ചെ നിർമ്മാല്യ ദർശനം തൊഴുവാനായി തന്നെ നിരവധി ഭക്തരാണ് എത്തിച്ചേർന്നത്. എന്തായാലും വലിയ പ്രത്യേകതയാണ് ഈ ദിനത്തിന് ഈ വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിലുള്ളത്. നാഗയക്ഷി സമേതനായിട്ടുള്ള നാഗരാജ സ്വാമി അങ്ങനെ എഴുന്നള്ളി വരികയാണ്. വാദ്യമേളങ്ങളും പുള്ളുവൻ പാട്ടും ആലവട്ടവും വെഞ്ചാമരവും താലപ്പൊലിയും ഒക്കെ ഈ എഴുന്നള്ളത്തിന് അകമ്പടി സേവിക്കുന്നു. ഇരുവശങ്ങളിലും ഭക്തർ അങ്ങനെ കാത്തു നിൽക്കുകയാണ്. ദർശന സാഫല്യമേകി ഭഗവാൻ മേപ്പള്ളി ഇല്ലത്തേക്ക് എത്തിച്ചേരുകയാണ്. തുടർന്ന് ക്ഷേത്ര തന്ത്രിമാരായിട്ടുള്ള നാരായണൻ നമ്പൂതിരി, ശ്രീകുമാരൻ നമ്പൂതിരി, ശ്രീവത്സൻ നമ്പൂതിരി, അനന്തുവൽ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രത്യേക പൂജ നടക്കുക. ഈ പൂജകൾക്ക് ശേഷം ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിക്കും. അതിനുശേഷം പുള്ളുവൻ സ്തുതിഗീതം ആലപിച്ചുകൊണ്ട് തുടർന്ന് വ്യത്യസ്ത വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നാലമ്പലത്തിന് 4 പ്രദക്ഷിണം പൂർത്തിയാക്കി ഭഗവാൻ ശ്രീകോവിലേക്ക് എഴുന്നള്ളും. തുടർന്ന് അത്താഴ പൂജയും സർപ്പബലിയും നടത്തിയാണ് നട അടയ്ക്കുക. അതോടുകൂടി ഈ വർഷത്തെ വെട്ടിക്കോട്ട് ആയില്യ മഹോത്സവം പൂർത്തിയാകും. എന്തായാലും പുലർച്ചെ മുതൽ ആരംഭിച്ച തിരക്ക് അതിപ്പോഴും തുടരുകയാണ്. ഈ ഒരു സമയം തന്നെയാണ് ഏറ്റവും പ്രധാനം. എഴുന്നള്ളത്ത് കാണുവാൻ വേണ്ടി എത്തിയിട്ടുള്ള ഭക്തജന സഹസ്രങ്ങളാണ്. അങ്ങനെ ഇരുവശത്തും നിന്നുകൊണ്ട് ഭഗവാന്റെ ആ ഒരു എഴുന്നള്ളത്ത് ദർശിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി നാഗരാജ സ്തുതികളോടുകൂടി അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഈ ഒരു ദിവസത്തെ സംബന്ധിച്ചിടത്തോളം വെട്ടിക്കോട് ക്ഷേത്രത്തിൽ എക്കാലവും ഈ തിരക്ക് അനുഭവപ്പെടും. വനനിബിഡമായിട്ടുള്ള ഈ ഒരു ക്ഷേത്രം അത് ഏറെക്കാലമായി, അതായത് കേരളത്തിലെ തന്നെ ആദ്യത്തെ നാഗരാജസ്വാമി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുക. ഏറെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഈ ക്ഷേത്രത്തിലാണ് നിരവധി ഭക്തജനങ്ങൾ അങ്ങനെ ഈ ഒരു ദിവസം ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ആയില്യം ഏറെ പ്രത്യേകതയുള്ള ദിനത്തിൽ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ട് ഈ എഴുന്നള്ളത്തിനും അതോടൊപ്പം തന്നെ നിർമ്മാല്യ ദർശനത്തിനുമൊക്കെയായി ഇവിടേക്ക് എത്തുന്നു. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ പൂജകളൊക്കെ പൂർത്തിയാക്കിയ ശേഷം തിരിച്ച് എഴുന്നള്ളും. അതോടുകൂടിയാണ് മറ്റ് ചടങ്ങുകൾ നടക്കുക. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.